മലൈക്കോട്ടെ വാലിബൻ ഒറ്റ വാക്കിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്യോർലി ആൻ LJP മൂവി. ലാലേട്ടൻ പടന്നോ അല്ലെങ്കിൽ അല്ലെ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ആൻ LJP പാക്കേജ്. അതാണ് പറയാനുള്ളത്. ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറഞ്ഞ മനുഷ്യന്റെ പടം, അതാണ് മലൈക്കോട്ടെ വാലിബൻ. ഞാൻ ഫാൻ ഷോ ആണ് ഞങ്ങൾ കയറി കണ്ടത്. 6:30 കയറി കണ്ടു. അപ്പോൾ ഈ സിനിമ എന്താണ് എന്നുള്ളത് ലിജോ ജോസ് പല്ലിശ്ശേരിയും ലാലേട്ടനൊക്കെ ഇന്റർവ്യൂസിൽ പറഞ്ഞതിൻ്റെ എക്സാക്ട് തിങ്. സമയമില്ല, കാലമില്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൂട്ടാൻ പറ്റും ഈ കഥ നടക്കുന്നതായിട്ട്. ഒരു ലെജൻഡിന്റെ സ്റ്റോറിയാണ് എന്നാണ് സിനിമ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്. ഒരു ലെജൻഡിന്റെ കഥ. എനിക്കതിനെ ഒരു ഗ്രൗണ്ടിൽ വെച്ച് ഷൂട്ട് ചെയ്ത പോലെ തോന്നുന്നു എനിക്കത് കാണുമ്പോൾ. മരുഭൂമിയാണ്. അതായത് ഇവർക്ക് ടൈമോ അല്ലെങ്കിൽ ഒരു കാലഘട്ടമോ അതൊന്നും നമ്മളുടെ ഇഷ്ടമാണ്. ഇത് എപ്പോൾ നടന്ന കഥയാന്നുള്ളത് ആലോചിക്കുക നമ്മുടെ ഇഷ്ടമാണ്. അതൊക്കെ നമുക്ക് വിട്ടുതരാണ്. ഒരു ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നു ഇതൊരു സ്പൂൺ ഫീഡിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ടില്ല ഇതിലൊട്ടും. ഓക്കെ. സെക്കൻഡ് തിങ്, ഈ സിനിമയ്ക്ക് ഇന്ന് മൊത്തം നിങ്ങൾ കേൾക്കുക മിക്സഡ് റിവ്യൂസ് ആയിരിക്കും. എനിക്ക് ഈ പടം ആസ് എൻ LJP മൂവി കംപ്ലീറ്റ്ലി എന്നെ സാറ്റിസ്ഫൈ ചെയ്തൊരു പടമാണിത്. ഓക്കെ, കംപ്ലീറ്റ്ലി. ലാലേട്ടൻ ഫാൻസിന് ഇത് എന്താവും എന്നുള്ളത് എനിക്കറിയില്ല. ആസ് എ മോഹൻലാൽ ഫാൻ ആണെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ LJP മൂവിയിലെ ലാലേട്ടൻ, എനിക്ക് അങ്ങനെയാണ് പറയുള്ളൂ. സാധാരണ നമ്മളൊരു പടം ഇറങ്ങുമ്പോഴത്തേക്ക് ലാലേട്ടൻ മൂവി എന്ന് പറയും. പക്ഷേ ദിസ് ഈസ് കംപ്ലീറ്റ്ലി LJP മൂവി. ആൻഡ് എനിക്കിതൊരു ക്ലാസ് ആനായിട്ടാണ് തോന്നിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജിത്തുഭായ്? ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല കേട്ടോ. എനിക്ക് പല പല സംഭവങ്ങളും എനിക്ക് ഒരുപാട് ലാഗ് ഫീൽ ചെയ്തു. സെക്കൻഡ് ഹാഫിലൊക്കെ അനാവശ്യമായിട്ട് ഇത് എനിക്ക് മാത്രം തോന്നുന്ന അഭിപ്രായമായിരിക്കാം. പല സ്ഥലങ്ങളിലും ഇതൊരു LJP പടമാണ്, അതുകൊണ്ട് ഇങ്ങനെ വേണം തോന്നിക്കാൻ വേണ്ടി ചെയ്ത പോലെ പല സംഭവങ്ങളും തോന്നി. ഒരുപാട് ലാഗ് അടിച്ച് ഒരു ചെറിയ സീന് പോലും വലിച്ചു നീട്ടി ആണ്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി. ഏത് പടമാണെങ്കിലും ഇത് LJP പടമാണ്, ഓക്കെ, അത് വിചാരിച്ചിട്ട് എന്റെ പടങ്ങളിൽ ഇങ്ങനെ വേണം എന്ന് വെച്ച് മനഃപൂർവ്വം ചെയ്ത പോലെ എനിക്ക് പല സീനുകളിലും ഫീൽ ചെയ്തു. അതെന്താ പറയുക, ഞാൻ ഒരു കേസ് ഇതിൽ പറയാം. മലയാളികളെ എസ്പെഷ്യലി ലാലേട്ടൻ ഫാൻസ് കാണാൻ ആഗ്രഹിച്ച് തിയേറ്ററിലേക്ക് പോയ ഒരു 5 മാസം അടി, 5 തല്ല് 4 തല്ല് അടി, പാറി അടി എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ അവരാലോചിക്കുന്നത് ഒരു ഭയങ്കര എസ്കലേറ്റഡ് ആയിട്ടുള്ള പൊട്ടി ഇങ്ങനെ എന്താ പറയുക ഭയങ്കര BGM ഒക്കെ ഇട്ട്. ഇതല്ല. പക്ഷെ ഞാനൊരിക്കലും അങ്ങനെ പടം പ്രതീക്ഷയല്ല. LJP പടം ആകുമ്പോൾ നമ്മൾ ആക്സെപ്റ്റഡ് ആണ്. ഇങ്ങനെ ഒരു പടം ഇത് വളരെ പ്രതീക്ഷ തന്നെയാണ് പോകുന്നത്. അതെ, അയാളുടെ പടം എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇപ്പൊ ജിത്തുവായി നിങ്ങൾ വേറൊരു മൂഡിൽ പോയി കടകൊണ്ട് ചിലപ്പോൾ ഇഷ്ടമാവും. അങ്ങനെയാണ്. എനിക്ക് അങ്ങനെ കേട്ടോ. എനിക്ക് ഈ പടം കംപ്ലീറ്റ്ലി സംവിധായകന്റെ പടം 3 മുന്നത്തെ കണ്ടവർക്ക് നൻപകൽ നേരത്ത് മയക്കമെന്നല്ല. ഞാൻ പലവട്ടം ആളെ സിനിമകൾ കണ്ടിട്ടുള്ളതാണ്. നൻപകൽ നേരത്തും മയക്കവും ഒക്കെ ഞാൻ കണ്ട നൻപകൽ നേരത്ത് മയക്കമായതുകൊണ്ട് മാത്രം എന്നുള്ളതല്ല. നൻപകൽ നേരത്ത് മയക്കത്തില് ഒരു ഉറങ്ങുന്ന സീനും ഒരു ബസ് പോണ ഫ്രെയിമൊക്കെ LJP വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ കുറേ നേരമാണ്. അതേപോലെ തന്നെയാണ് ഇതിലും. നിങ്ങൾ സെയിം എക്സ്പെക്ടേഷൻ മതി. ഞാൻ പറയാം, ഒരു കാളവണ്ടി പോകുന്ന ഒരു ലോങ് ഷോട്ട് കാണിക്കുന്നത് ഈ സിനിമയിൽ എത്ര വട്ടം കാണിച്ചു, അത് എത്ര ടൈം ഡ്യൂറേഷൻ കാണിച്ചു, ദാറ്റ് ഈസ് LJP. ഏറ്റവും ഇതായിട്ടുള്ള ആ സീനൊക്കെ അത്രയും ലാഗ് വരുത്തുന്ന ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എന്നാൽ പിന്നെ അത് എന്തൊക്കെയോ സസ്പെൻസ് വെച്ചിട്ടാണ് ആ സംഭവങ്ങൾ കാണിക്കുന്നത് വെച്ചാലും കുഴപ്പമില്ല. നമുക്ക് എല്ലാവർക്കും അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. എന്നാൽ പിന്നെ അതൊരു LJP പടം ആയതുകൊണ്ട് കുറച്ച് കിടക്കട്ടെ എന്ന് വെച്ചിട്ട് ഒരുപാട് ഇങ്ങനെ നീട്ടി വലിച്ച് കൊണ്ടുപോകണമായിട്ട് എനിക്ക് തോന്നി. എല്ലാ പടത്തിലും LJP ആണെങ്കിൽ പോലും എല്ലാ പടത്തിലും ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാതുകൊണ്ട് ഇങ്ങനെ വേണമെന്ന് ചിന്തിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ എൻ്റെ ചിന്തയിലുള്ള കുറവായിരിക്കാം. ഇതാ ഞാൻ പറഞ്ഞ ഒരു മിക്സ് റിവ്യൂ ആവും. കാരണം എനിക്ക് ആ ഫ്രെയിമുകളും ലാസ്റ്റൊക്കെ എനിക്ക് എങ്ങനെ അറിയാം, ഒരു സാധനം വന്നിട്ടുണ്ട്, ഇതിലൊരു ചേഞ്ച് വരുന്നുണ്ട്. അതായത് എൻറ്റയർ കഥേൻ്റെ പ്ലോട്ട് ലാസ്റ്റ് ഒന്ന് ചേഞ്ച് ആവുന്നുണ്ട്. അതൊക്കെ എനിക്ക് പേഴ്സണലി അത് ഭയങ്കര എന്താ പറയുക, എനിക്കത് ഭയങ്കരമായിട്ട് എഫക്റ്റായി. എനിക്ക് ശക്തമായിട്ട് മനസ്സിലായത് എടുത്ത രീതികളിലും കാര്യങ്ങളിലും ഒക്കെ കറക്റ്റ് LJP പടങ്ങളാണ്. പക്ഷെ അതിൽ കിടക്കുന്ന സാധനങ്ങൾ ഒരു നോർമൽ പടത്തിന്റെ സാധനങ്ങളാണ് അതിൽ കിടക്കുന്നത്. ലാസ്റ്റ് വരുന്ന സീനുകളിൽ വളരെ സാധാരണ ഡ്രാമ, റിവഞ്ച്, സിമ്പിൾ ആയിട്ട് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. അതാണ് ഒരു അമർ ചിത്രകഥ പോലെ ഒരു ഡ്രാമ, ഒരു റിവഞ്ച്, ഒരു എന്താ പറയുക സെന്റിമെന്റ്സ്. ഈ സിനിമ അത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ മൂവി ഇത്രയേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ ഈ മൂവിയിൽ നിങ്ങൾ ഭയങ്കര ഇപ്പം നൻപകൽ നേരത്ത് മയക്കുന്ന ഒരു ഭയങ്കര എന്തായിരുന്നു, ഒരു ഭയങ്കര ഇന്നർ കോറുള്ള സിനിമയാണ്. അത് ഭയങ്കര ഡെപ്ത് ഉള്ള പടമാണ്. ഈ പടത്തിന്റെ ഡെപ്ത് ഒറ്റ പടത്തിൽ ഇത് പറയാൻ പറ്റില്ല. ഇമോഷൻസ് ഒക്കെ കണക്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. സെക്കൻഡ് പാർട്ടിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു
ഇന്നർ ഡെപ്ത് മനസ്സിലാവുന്നത്. ആൻഡ് ഇത് കംപ്ലീറ്റ്ലി റിവെഞ്ച് ആ ഒരു ബേസ്ഡ് സാധനം അവരെന്താണോ പക്ഷെ റിവെഞ്ച് ഇതില് പറഞ്ഞത് ഒരാളെ സൈഡ് മാത്രമുള്ള ഒരു മൂവി പോലെയാണ് എനിക്ക് തോന്നിയത്. ആണ്. ഇതൊരു ലാർജർ ദാൻ റിയൽ ലൈഫ് ക്യാരക്ടറാണ്. ലാലേട്ടൻ എന്ന് പറയുന്നത് ഒരു ലെജൻഡ് പോലെ ഒരു വലിയ ക്യാരക്ടറാണ്. ഒരു ലാർജർ ദാൻ റിയൽ ലൈഫ് ക്യാരക്ടറാണ് ലാലേട്ടൻ. അതായത് നിങ്ങൾ കാണുമ്പോൾ ഒരു ലാലേട്ടൻ പോയിട്ട് LJPന്റെ ഈ സിനിമയിലെ വാലിബൻ ഒരു 100 ആളെ ഇടിച്ചിട്ടാലും അത് ആ ക്യാരക്ടർ അങ്ങനെയാണ് അവർ പ്ലേസ് ചെയ്തത്. അതെനിക്ക് അറിയില്ല കേട്ടോ എത്ര പേർക്ക് നായകനെ കാണിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇന്നത് വേണം അതൊക്കെ വിചാരിച്ച് എന്നാ കിട്ടൂല, അതൊന്നും കിട്ടൂല. നമ്മൾ സിനിമ കാണാൻ പോണ ആൾക്കാർ നമ്മൾ അത്ര മണ്ടന്മാരല്ലല്ലോ സിനിമ കാണാൻ പോകണം. ഇപ്പൊ ലാലേട്ടൻ പടാണ്, അതുകൊണ്ട് ലാലേട്ടൻ മീശ പിരിച്ചാൽ അങ്ങനൊന്നും ഇപ്പൊ കാലത്ത് ആരും ചിന്തിക്കില്ല. കുറച്ച് ആളുകളൊക്കെ അങ്ങനെ ഉണ്ടാവും. പക്ഷെ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ മീശ പിരിക്കണം അങ്ങനൊന്നുമില്ല ഒരുപാട് ആളുകൾ. പക്ഷെ ഞാൻ വിചാരിച്ചിട്ടൊന്നും ഞാൻ എല്ലാ സിനിമകളും കാണാൻ പോകുന്ന ആളാണ്. ഞാൻ ഈ പടം കാണാൻ പോകുമ്പോൾ ലാലേട്ടൻ മീശ പിരിക്കണം, ഇനിയിപ്പോ ഈ പടം എങ്ങനെയാണെങ്കിലും ഒരു 5 മിനിറ്റ് ലാലേട്ടൻ മുണ്ട് എടുത്തു വരണം എന്ന് വിചാരിക്കണില്ല. നമ്മൾ ബാക്കി തിയേറ്ററിൽ കണ്ടോ ലാലേട്ടന്റെ 1 മാസം കിട്ടുമ്പോഴത്തേക്കും ഒരു ഭയങ്കര കയ്യടി, ഒരു ഭയങ്കര ചാടി അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കുറെ ഇരുന്നിട്ട്. അപ്പൊ അങ്ങനത്തെ ആളുകൾ എനിക്ക് തോന്നുന്നത് എക്സ്പെക്ട് ചെയ്ത് വരുന്നത് എന്താ, മീശപെരി പാറിത്തല്ല്. അവര് ബാഹുബലി പോലത്തെ ഒരു സിനിമ എക്സ്പെക്ട് ചെയ്താണ് വരുന്നത്. മറ്റേ സാധനങ്ങളൊക്കെ പൊട്ടിക്കാൻ വരെ വന്നുള്ള ടൈം കിട്ടിയിട്ടില്ല. അതായത് ഇതൊരു LJP മൂവിയാണ്, പ്യോർലി LJP മൂവിയാണ്. അത് കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി ആ ഒരു എന്താ പറയുക LJP എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ സിനിമകളുടെ അകത്തിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ മൂവി എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് പേഴ്സണലി സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ പെർഫോമൻസുകൾ ഓബിയസ്ലി എല്ലാവരും നല്ല പെർഫോമൻസുകളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ എനിക്ക് സുചിത്രയൊക്കെ ഭയങ്കര ഇഷ്ടമായി. എന്താണോ സുചിത്ര ചെയ്യേണ്ടത് അത് കറക്റ്റ് ആയിട്ട് ചെയ്തു. സുചിത്ര അടിപൊളിയായിരുന്നു. പിന്നെ ഹരീഷ് പേരടി നന്നായിട്ട് സ്കോർ ചെയ്തു. ലാലേട്ടന്റെ അതേപോലെ സീൻ എനിക്ക് ലാലേട്ടനേക്കാളും കൂടുതൽ സീൻ ഡെഫിനറ്റ്ലി ലാലേട്ടനേക്കാൾ കൂടുതൽ സ്ക്രീൻ സ്പേസ് ഡയലോഗ് കാര്യങ്ങളൊക്കെ ഹരീഷ് പേരടി. അതെ. ആൻഡ് ഡാനിഷ് സെയ്ത്ത്, ഞാൻ സത്യം പറഞ്ഞ ഡാനിഷ് സെയ്ത്ത് എന്ത് ചെയ്യും എന്നുള്ളത്. കാരണം നമ്മൾ ഡാനിഷ് സെയ്ത്തിനെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IPL റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകൾ മേക്കിംഗ് അത് ഇത് അങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഡാനിഷ് സെയ്ത്തിന്റെ ക്യാരക്ടർ അതിനോട് ദേഷ്യം വെറുപ്പൊക്കെ തോന്നും അല്ലേ? സത്യത്തില് അതിന്റെ ഒരു ചിരിയൊക്കെ ഉണ്ട് ചെങ്ങായിന്റെ ലാസ്റ്റത്തെ സംഭവം പോലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയില്ല, ഇത് പോരാന്നുള്ളത്. അതെ, ആ ചെങ്ങായിനെ കണ്ട് അങ്ങനെ ആ ചെങ്ങായി ചിരിയെന്നെ ഒരു കൊരണവല്ലി പിടിക്കും. നമ്മളെ ഭയങ്കരമായി ഇറിറ്റേറ്റ് ചെയ്യണോ ചിരി. അതെ, ഭയങ്കരമുള്ള അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ ആ പയ്യൻ അല്ലേ, മനോജ് ലാലേട്ടന്റെ അനിയനായിട്ട് വരുന്നൊരു പയ്യനുണ്ട്, അവൻ അടിപൊളിയായിട്ട് ചെയ്തു. അതില് വന്നു പോയ എല്ലാ സ്ത്രീ കഥാപാത്രങ്ങളും സുചിത്ര, രാജീവ് പിള്ള പിന്നെ സംഭവം എന്താണ് ചെയ്യാൻ കുറച്ച് സീനുള്ളൂ. പക്ഷെ ലുക്കാണ് ആള്, ലുക്കാണ് ടൈം ആൾക്ക് ഉണ്ടായിട്ടില്ല. അതിനുള്ള ക്യാരക്ടർ ഇല്ല ആൾക്ക് ഇങ്ങനെ നിൽക്കാനുള്ള തന്നെ അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അപ്പോ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുമ്പോ ഡെഫിനറ്റ്ലി നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. ഞാൻ വീണ്ടും പറയുന്നു. വേറെ കാര്യം പറയാം, തിയേറ്റർ മസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ കാര്യം പറയാം, കാരണം എങ്ങനെയാണ് തിയേറ്ററിനാണ് ശരിക്കും കാണേണ്ടത്. സ്ക്രീനുകളിലൊന്നും കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. കാരണം ഇതിന്റെ ക്ലൈമാക്സ് സീനൊക്കെ നിങ്ങൾ വലിയ തിയേറ്ററിൽ ആ ശബ്ദത്തിൽ തന്നെ ഇരുന്ന് കാണണം. കാരണം എന്താ പറയുക, LJP അതിനെടുത്തൊരു അത് ഭയങ്കര ഹാർഡ് സാധനം അല്ലേ. പിന്നെ മാത്രല്ല അയാൾ കുറെ എഫേർട്ട് എടുത്താണ്, ഒരുപാട് ആൾക്കാരെ ഒന്നിപ്പിച്ച് പല സീനുകളും സ്ക്രീനിൽ കുത്തി. എല്ലാ സിനിമയിലും അതന്നെയല്ലേ അവസ്ഥ. ജല്ലിക്കെട്ടാണെങ്കിലും ആമേനാണെങ്കിലും എനിക്ക് തോന്നുന്നു അതില്ലാത്തത് നൻപകൽ നേരത്തെ മയക്കത്തിലും ചുരുളിയിലും പിന്നെ ഒരു പരിധി വരെ ഈ കുത്തി നിറയ്ക്കാൻ ഇഷ്ടം ചുരുളിയിലും ഇല്ല. പക്ഷെ ബാക്കി എല്ലാം ഇതിലൊക്കെ ഫ്രെയിം നിറച്ചാണ്. പിന്നെ ഇതിന്റെ ആർട്ട് വർക്ക് അല്ലെ, ഓരോ ഫ്രെയിമും ക്ലാസ് ഫ്രെയിം അടേ. ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇതിനകത്തുള്ള ചിലപ്പോൾ പോർഷൻ എടുത്തുകൊണ്ടിട്ട് എവിടെയെങ്കിലും കാണിച്ചാലും സിനിമേന്റെ ചെറിയ പോർഷൻസ് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും എവിടെയെങ്കിലും കാണിക്കാൻ പറ്റും. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് എന്താണെങ്കിലും പേഴ്സണലി ഞാൻ അത്രയും സിനിമേന്റെ ഇടയിൽ ഒരാളെ ഇലക്ട്രിക് വാച്ച് ഇട്ടത് കണ്ടു. അത് ഞാൻ കണ്ടില്ല, ടാങ്കേര് കണ്ടു എന്ന് പറഞ്ഞു, ഞാൻ കണ്ടില്ല. നമുക്ക് ഇനി രണ്ടാമത് സ്നേഹനൊപ്പം പോവുകയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം, ആ സാധനം നോക്കണം ഞങ്ങൾക്ക്. അപ്പോൾ മൊത്തത്തിൽ ടോട്ടാലിറ്റിയിൽ ഞാൻ പറഞ്ഞല്ലോ ഈ കാറിനകത്ത് തന്നെ മിക്സ് റിവ്യൂ ആണ്. ഓക്കെ, എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. മോശമാണെന്നല്ല, ഞാൻ എന്റെ മാത്രം അഭിപ്രായമാണ് പറഞ്ഞത്. ലാലേട്ടൻ ഫാൻസിനൊന്നും ചിലപ്പോൾ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും എന്താ. തിയേറ്ററിനകത്തുള്ള മോഹൻലാൽ ഫാൻസ് വരെ ആ പറഞ്ഞ ഒരു മാസ് എലമെന്റ് കിട്ടാത്തത് കൊണ്ടുള്ള ഒരു അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് പലതും വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഓൾ ഇൻ ഓൾ ഒരു LJP സിനിമ, ഒരു മാസ്റ്റർ ക്ലാസ് സിനിമ. ലാലേട്ടനെ വെച്ചൊരു LJP നല്ലൊരു സാധനം
ഇറക്കി അഴിച്ചു വിട്ടു പക്ഷെ തിയേറ്ററിൽ. ഞാൻ എന്താ പറയുക, എനിക്കെന്താ പറയുക സാറ്റിസ്ഫൈഡ് ആവാൻ ലാലേട്ടനെ വെച്ച് അതും LJP ആക്കി എന്തൊക്കെയോ ചെയ്യായിരുന്നു എന്നുള്ളത് അങ്ങനത്തെ ഒരു പ്രതീക്ഷയാണ് എനിക്ക് അങ്ങനെയാണ് കാരണം പല സംഭവങ്ങളും ഇതിലെന്തെന്ന് വെച്ചാൽ ക്യാരക്ടർ അങ്ങനെയാണ്. അമാനുഷികത്വം ഓവറാക്കിയ പോലെയൊക്കെ എനിക്ക് പല സമയങ്ങളിലും തോന്നി. അമാനുഷികത്വം എന്ന് പറഞ്ഞ സാധനം ഈ ക്യാരക്ടറിന് ഓവർ ആവണം എന്നാണ് ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി പറയുന്നത്. ഞാൻ എല്ലാ സിനിമയ്ക്കും അത് പറയില്ല. ഇതിലൊരു എന്താണ് മല്ലയുദ്ധം ഒക്കെ ചെയ്യുന്ന ഒരാളല്ലേ? അല്ലല്ല, നിങ്ങൾ അതിന്റെ ഫൈനല് ക്ലൈമാക്സിൽ പറഞ്ഞിട്ടില്ലേ? കേട്ടു, ആ പകേന്റെ കഥയല്ലേ? അല്ലല്ല, അതിനകത്ത് വേറെ സാധനം പറഞ്ഞേ. അയ്യോ അത് റിവീൽ ചെയ്യില്ല, ഞാൻ ഇത് ഓഫാക്കിയിട്ട് പറഞ്ഞല്ല. ഒരു സാധനം ഉണ്ട്. അതാണ് എനിക്ക് ആ ഫൈനൽ ടച്ച് കൂടി വന്നപ്പോഴാണ് ഓൾറെഡി എൻ്റെ മനസ്സിൽ ഇതൊരു ഭയങ്കര, ഇപ്പൊ നമ്മളോട് പറയാതെ നമുക്ക് ഒരു സൂപ്പർ ഹീറോനെ തരില്ലേ? നമ്മളോട് പറയാതെ ഇപ്പൊ ഹൾക്ക് പോലത്തെ ഒരു സൂപ്പർ ഹീറോ നമുക്ക് തന്നവരുണ്ടാവും. പക്ഷെ എനിക്ക് എന്താണെന്നറിയോ, എനിക്കത് സെക്കൻഡ് പാർട്ട് വരുന്നതിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് ചെറിയ ലാസ്റ്റ് ടൈലൻഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നി. പക്ഷെ മറ്റു ഭാഗങ്ങളിൽ എന്താ പറയാ, എന്തായാലും ഓരോരുത്തർ ഇഷ്ടമാണ്. ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, അത്രേ ഉള്ളൂ. ജിത്തുഭായി സാറ്റിസ്ഫൈഡ് അല്ല, ഞാൻ അട്ടർലി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആ മസ്റ്റ് പറയാൻ കാരണം ഇതിന്റെ കുറെ ഒരു ക്ലാസിക് BGM അല്ലേ, ഭയങ്കര രസമാണ്. പിന്നെ അതെ, ആ പടത്തിന്റെ കറക്റ്റ് സാധനം, ഇത് ഒന്നും കൂടുതലും ഇല്ല ഒന്നും കുറവില്ല, നല്ല മെറിറ്റിൽ പിടിച്ച സാധനം. പിന്നെ അതിൽ വേറെ ഒരു പ്രത്യേക സാധനം എന്ന് പറയാൻ, പാട്ടുകള് എനിക്ക് യൂട്യൂബിൽ വന്ന സമയത്തൊക്കെ കേൾക്കുമ്പോൾ ക്ലീഷേ പാട്ടായിട്ടാണ് തോന്നിയത്. പക്ഷെ പാട്ട് പ്ലേസ് ചെയ്തത് അങ്ങനെ ബുദ്ധിപൂർവ്വം അല്ലേ, ഫസ്റ്റ് പാട്ടൊക്കെ കാണുന്ന പോലത്തെ. പിന്നെ എനിക്കതിൽ വേറെ ഡിമെറിറ്റ്സ് തോന്നിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, ബ്ലഡൊക്കെ കണ്ടോ, ബ്ലഡൊക്കെ എന്തോ കളർ തേച്ച പോലെ ഉണ്ട്. അതും സാധാരണ റെഡ് കളറും നല്ല ബ്ലഡിന് കിടക്കുന്നത്, ഒരു ഓറഞ്ച് കളറൊക്കെയാണ് അതിൽ കിടക്കുന്നത്. പലതും അതൊക്കെ സിമ്പിൾ ആയിട്ട് ക്ലോസ് ഫ്രെയിംസ് ആണ്. അതാണ് LJPന്റെ ഫ്രെയിമുകൾ ഭയങ്കര ക്ലോസ് ആണ്. ഇല്ല ചിലര് നോക്കൂടാ, പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. ലാലേട്ടന്റെ പടമാണ്, അടിപൊളിയാണ്. അങ്ങനത്തെ ക്ലോസ് ഫ്രെയിമിൽ ചിലപ്പോ ആ ചോര കാണുമ്പോ നമുക്കതൊരു ലാലേട്ടന്റെ സിനിമ അങ്ങനെ പറയാൻ പറ്റില്ല. ചില സീനുകളിൽ ചില സീനിൽ അത് ചോര തെറിപ്പിക്കാൻ വേണ്ടി തെറിപ്പിച്ച പോലെ ഫീൽ ആയിട്ടുണ്ട്. അത് ഉള്ള കാര്യം പറയാലോ, അത് ചില സീനിൽ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമ ഇതൊരു വൺ ഓഫ് എ കൈൻഡ് മൂവിയാണ്. സീരിയസ്ലി വൺ ഓഫ് എ കൈൻഡ് മൂവിയാണ്. ഇത് സാധാരണ നോർമൽ ഒരു ലാലേട്ടൻ ഫാനിനോ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ മലയാളി ക്രൗഡിനോ എത്രത്തോളം ഡൈജസ്റ്റ് ആവും എന്നുള്ളത് ഐ ഡോണ്ട് നോ. ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് മിക്സഡ് റിവ്യൂ ആയിരിക്കും ഈ സാധനത്തിന്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, എനിക്ക് അത് മതി. ഞാൻ സാറ്റിസ്ഫൈഡ്. ഞാൻ സ്നേഹേനെയും കൊണ്ടുപോയിട്ട് ഒന്നുകൂടി പടം കാണും. ജിത്തുബായും വരും. ജിത്തുബായി വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഒപ്പരും കയറി വരും. ഈ ആണോടാ അഭിയും വരും. അപ്പൊ ഞങ്ങൾ ഇനിയും കാണും. സോ ബാക്കി നിങ്ങൾ കണ്ടിട്ടല്ലേ, നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കും. അതെ. പിന്നെ നമ്മളെ ലാലേട്ടനും കിട്ടിയിട്ടുണ്ട് ഇന്നലെ പോസ്റ്റർ ഇറങ്ങിയ മാതിരി വട്ടം കറക്കണ ഒരു സാധനം, ടിഷ്യൂ. ഓക്കെ, അപ്പോൾ വാലിബും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഫൈറ്ററിന് പോട്ടെ.